Sky Gold, elegance of beauty. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അറിയാലോ വിഷയം ഉണ്ടായിട്ടുള്ള 2018 നടന്ന വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ അതിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നാലകത്ത് ബഷീർ മാഷ്. അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് 1-ാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1,66,00,000 രൂപ വരുന്ന പണം അതിൽ നിന്നും തട്ടിയെടുത്ത കേസിലെ 1-ാം പ്രതിയാണ് നാലകത്ത് ബഷീർ. അദ്ദേഹം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൗൺസിലിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് അന്വേഷണം നേരിടണം തന്നെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, UDFന്റെ ഭരണകാലത്താണ് അവരുടെ ചെന്നിത്തലയുടെ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ കേസ് വിജിലൻസിന് കൈമാറാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളതും അവരുടെ UDFന്റെ ഭരണത്തിലിരിക്കുമ്പോൾ ആണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പാർട്ടിയുമായി ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണോ അടുത്ത സമരവുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ആലോചിച്ച് പിന്നീട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ ബാക്കി സമര പരിപാടികൾ അറിയിക്കും. ഈ ബഷീറിനെതിരെ പരാതി കൊടുത്ത ആളെ നിലവിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ പരാതി കൊടുത്ത ആളാണെന്നാണ് ബഷീർ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ള സംസ്ഥാനത്തെ പ്രമുഖർക്കൊക്കെ കൊടുക്കും. VD സതീശന് പരാതി കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ വല്ലതും അല്ല, പരാതിയുടെ ഭാഗമായി നമുക്ക് ബഷീർ മാഷിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. ഇത് ആദ്യമായിട്ടുള്ളതല്ല. നാലകത്ത് ബഷീറിനെ കുറിച്ചിട്ട് പെരിന്തൽമണ്ണയിലെയും നമ്മുടെ നാട്ടിലും സംസ്ഥാനത്തൊട്ടാകെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ആരാണ് ബഷീർ മാഷ്, ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത് അങ്ങനെ ഒരു വ്യാജ പരാതിയായിട്ട് നമുക്ക് തള്ളാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ CPMന്റെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ചിട്ടാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി മെഹബൂബ് അതിന്റെ ചെയർമാനായിട്ടാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, ഒരു സംഘാടക സമിതി ഒരു നാട്ടിനകത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കും, അതിനൊരു സംഘാടക സമിതി അല്ലെങ്കിൽ സ്വാഗത സംഘം വിളിച്ചു ചേർക്കും. അതിന്റെ രക്ഷാധികാരികൾ ഉണ്ടാവും, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും, അതിനൊരു ചെയർമാൻ, അതിലൊരു നാട്ടിലെ പ്രധാനപ്പെട്ട ആരാണോ അദ്ദേഹത്തിന് പിടിച്ചാക്കുക. ജനറൽ കൺവീനറായിട്ട് ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അത് പ്രത്യേകിച്ച് സാമ്പത്തികം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ കൺവീനർ സ്ഥാനത്ത് പ്രവർത്തിക്കുക. അങ്ങനെ ജനറൽ കൺവീനർ സ്ഥാനം പ്രവർത്തിച്ച വ്യക്തിയാണ് നാലകത്ത് ബഷീർ. അദ്ദേഹത്തിന്റെ പേരിൽ 1-ാം പ്രതി ആയിട്ടാണ് അദ്ദേഹത്തെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വെറും പരാതി മാത്രമല്ല അത്. അപ്പൊ അത് പരിശോധിക്കുമ്പോൾ കേസ് നടക്കട്ടെ. ആ കേസ് നടക്കുന്നവർ അയാൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഞങ്ങൾ സൂചിപ്പിച്ചല്ലേ, അതായത് ഞങ്ങളുടെ ഭരണകാലത്തല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴാണ് അവരുടെ ഭരണകാലത്താണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, 1-ാം പ്രതിയാണ് ഇദ്ദേഹം. അയാൾ കൂടുതൽ വേറെയും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു പോകുന്നു, പക്ഷെ ഇദ്ദേഹം 1-ാം പ്രതിയാണ്. അങ്ങനെ 1-ാം പ്രതി ആയിട്ടുള്ള ഈ ഒരാള് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഒരു ജനപ്രതിനിധിയായി ഇരിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹത്തെ ഇത് ആദ്യമായിട്ടല്ല ഈ അഴിമതി ആരോപണങ്ങളും, കുറെ വേറെയും അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.